ജാതി പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്. പക്ഷേ ജാതി എന്നുള്ളൊരു വാക്ക് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഒരു പൊളിറ്റിക്സിനെ വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായി കൂടുതലും ചിരിപ്പിക്കാനുള്ള ഇവൻറ്റ്സ് ബിൽഡ് ചെയ്യാനായിരുന്നു ശ്രമിച്ചിരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ കഥ ശക്തമായിട്ടൊരു രാഷ്ട്രീയം കൂടെ പങ്കുവെക്കുന്നുണ്ട്, വളരെ ഉച്ചത്തിൽ പറയുന്നുണ്ട്. അത് രണ്ടും പാരലലി വർക്ക് ചെയ്യുമ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടായില്ലേ? ഹൗ ഡിഡ് യു പുൾ ദാറ്റ് ഫോർവേഡ്? മേ ബി ഒരുപോലെ ലൗഡ് അല്ലെങ്കിലും ഞങ്ങൾ 4 റൈറ്റേഴ്സിനും ഇതേ പൊളിറ്റിക്സ് തന്നെയാണ്. എഗെയിൻസ്റ്റ് ഓപ്പറേഷൻ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഒരു പൊളിറ്റിക്സ്. അതെന്ത് ലെഫ്റ്റ് വിങ് ആണോ റൈറ്റ് വിങ് ആണോ എന്ന് ഞങ്ങൾ നോക്കാൻ നിന്നില്ല. നമ്മൾ 4 പേരും ഓപ്പറേഷനെതിരാണ് എന്നുള്ള സാധനം. അതുകൊണ്ടാണ് ഈ കഥ ഞങ്ങൾക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. സോ അത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ജാതി പൊളിറ്റിക്സ് ആണ് സംസാരിക്കുന്നത്. പക്ഷേ ജാതി എന്നുള്ളൊരു വാക്ക് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. പടത്തിൽ എൻറ്റയർലി ആ ഒരു വേർഡ് അവിടെ വന്നിട്ടേ ഇല്ല. കാര്യം ഞങ്ങൾക്ക് ഈ ഒരു പൊളിറ്റിക്സിനെ വിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. ഒരു പെരിഫറൽ ലെയറിൽ വയ്ക്കാനും താല്പര്യമില്ലായിരുന്നു. ഇതിൻ്റെ ഒരു 3ാമത്തെയോ 4ാമത്തെയോ ലെയറിൽ ഇരുന്നത് CPക്ക് എന്താണ് ശ്രീകുട്ടനോടുള്ള പ്രശ്നം എന്നുള്ളത് ഒരിക്കലും ഇതാണ് എന്ന് പറഞ്ഞ് ആൾക്കാരെ അറിയിക്കണ്ടേ. അവർ ക്രാക്ക് ചെയ്യട്ടെ, അവർക്ക് മനസ്സിലാവട്ടെ ഇൻസ്റ്റൻസസിലൂടെ അയാളുടെ പ്രശ്നം എന്താണ് എന്ന്. ഞങ്ങൾ ഒരിടത്തും ശ്രീകുട്ടൻ്റെ വീട്ടിൽ ശ്രീകുട്ടൻ ഇന്ന ജാതിക്കാരനാണെന്ന് തെളിയിക്കുന്ന തരത്തിൽ ഒന്നും വച്ചിട്ടില്ല. സ്റ്റിൽ പീപ്പിൾ ആൾക്കാർക്ക് അത് മനസ്സിലായി. സോ അത് ഡയലോഗ്സിലൂടെയും ചില മൊമെൻറ്റ്സിലൂടെയാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത്. അത് ആക്ച്വലി വർക്കായി, ആൾക്കാർക്ക് അത് മനസ്സിലായി. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, കട്ട എക്സ്പെരിമെൻ്റ് ആയിരുന്നു.